നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അടുത്ത ഒരു വർഷത്തെ വിഷുഫലം നമുക്ക് നോക്കാം. അപ്പം വിഷു സംക്രമത്തെ സംബന്ധിച്ച് പറയുമ്പം കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി, അതായത് 2025 ഏപ്രിൽ 14-ാം തീയതി തിങ്കളാഴ്ച ഉദയത്തിന് മുമ്പ് 7 നാഴിക 25 വിനാഴികയ്ക്ക്, അതായത് പുലർച്ചെ 3 മണി 21 മിനിറ്റിനാണ് വിഷു സംക്രമം നടക്കുന്നത്. ചോതി നക്ഷത്രം, തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയമാണ് മേട വിഷു സംക്രമം നടക്കുന്നത്. അപ്പം വിഷു സംക്രമണം നടക്കുന്ന സമയത്തുള്ള നക്ഷത്രവുമായിട്ടും ആ സമയത്തുള്ള കരണഫലവുമായിട്ടും ബന്ധപ്പെടുത്തിയാണ് വിഷുഫലം ഗണിക്കുന്നത്. അപ്പോൾ ഈ കരണം എന്ന് പറയുന്നത് സമയം കൃത്യമാക്കാനുള്ള ഒരു ഉപാധിയാണ്. ഒരു തിഥി എന്ന് പറഞ്ഞാൽ പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന് നമ്മൾ കലണ്ടറിൽ കാണുന്ന ആ ദിവസങ്ങൾ, ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കാലഗണനയാണ്, അല്ലെ സമയഗണനയാണ് തിഥി എന്ന് പറയുന്നത്. ഒരു തിഥി എന്ന് പറയുന്നത് 12 ഡിഗ്രിയാണ്. അതിൻ്റെ പകുതി 6 ഡിഗ്രി കോണളവ് വരുന്ന ഭാഗമാണ് കരണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കരണഫലം കൂടെ നോക്കിയാണ് നമ്മൾ വിഷുഫലം ഗണിക്കുന്നത്. അപ്പോൾ ഈ വിഷു സംക്രമം നടക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി, ആ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുമുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ ഫലമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഈ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത്, അതായത് 3-ാമത്തെ നക്ഷത്രം, സംക്രമ നക്ഷത്രത്തിൻ്റെ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ കാർത്തിക നക്ഷത്രം മധ്യഷഡ്ക നക്ഷത്രമായിട്ടാണ് ഈ വർഷത്തെ വിഷുഫലത്തിൽ വരുന്നത്. അതായത് നക്ഷത്രങ്ങളെ പല ഗണമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദിഷഡ്കം, അന്ത്യഷഡ്കം, മധ്യഷഡ്കം എന്ന് തിരിച്ചിട്ടുണ്ട്. പിന്നെ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നുള്ളതിനെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വിഷുഫലം ഗണിക്കുന്നത്. ഇതിലെ മധ്യഷഡ്ക നക്ഷത്രമാണ് കാർത്തിക. മധ്യഷഡ്ക നക്ഷത്രക്കാർക്ക് സാമാന്യ അനുകൂലമായ വിഷുഫലമാണ് വരുന്നത്. അപ്പോൾ ഈ വർഷത്തെ വിഷു സംക്രമം അടിസ്ഥാനമായിട്ട് ചിന്തിക്കുമ്പം അവർക്ക് സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകാൻ യോഗമുണ്ട്. വർഷമധ്യത്തിന് ശേഷം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ കർമ്മരംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകുന്നതാണ്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ജാതകത്തിലെ ഫലം കൂടെ അനുകൂലമാണെങ്കിൽ ഈ വർഷം വിഷുഫലം കൊണ്ടവർക്ക് അനുകൂല കാലമാണ്. ബിസിനസ് രംഗത്തോ കലാരംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത മേടക്കൂറിലും ഇടവക്കൂറിലുമായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 15 നാഴികയ്ക്കുള്ളിൽ ജനിച്ചവർ മേടക്കൂറിലും, ബാക്കിയുള്ള 45 നാഴികയ്ക്കകത്താണ് ജനിച്ചതെങ്കിൽ കാർത്തിക നക്ഷത്രത്തിൽ ഇടവക്കൂറിലുമാണ് വരുന്നത്. അപ്പോൾ 2 കൂറുകളിലായിട്ടാണ് ഇത് വരുന്നത്. അതിൽ 2 കൂറുകാർക്കും സാമാന്യം നേട്ടങ്ങൾ കിട്ടുന്ന കാലമാണ്. രോഗമൊക്കെ ബാധിച്ച് ബുദ്ധിമുട്ടായിട്ടിരുന്ന ആളുകൾക്ക് വീണ്ടും ആരോഗ്യത്തോടു കൂടി സ്വന്തം പ്രവൃത്തികളിലേക്ക് മടങ്ങാനുള്ള യോഗമുണ്ട്. വരുമാന സ്രോതസ്സുകളൊക്കെ തുറന്നു കിട്ടാനുള്ള ഭാഗ്യം ഉള്ളൊരു വർഷമാണ്. സർക്കാരിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനായിട്ട്, ഇപ്പം വീട് വയ്ക്കാനോ അല്ലെങ്കിൽ പിന്നെ ബിസിനസ് തുടങ്ങാനുള്ള ലോണായിട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയും ഉണ്ട്. ജോലിയായിട്ടും ആകാം. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ ഭവിക്കാൻ സാധ്യതയുണ്ട്. ചെറുപ്പക്കാർ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു കാലമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ടാകും. വിവാഹ സാധ്യതയുള്ള കാലമാണ്. വിവാഹപ്രായമായ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ആലോചനകളൊക്കെ വരാനും മിക്കവാറും വിവാഹം നടക്കാനുമുള്ള സാധ്യതകളുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ യോഗമുണ്ട്. കേസുകളൊക്കെ നടത്തി വളരെ മനപ്രയാസമായിട്ടിരുന്നവർക്ക് അതിൽ നിന്നൊരാശ്വാസം ലഭിക്കുന്നതാണ്. ഒന്നുകിൽ ഒരു കോംപ്രമൈസിൽ, അതായത് ഒരു മധ്യസ്ഥതയിൽ കൂടെ അത് തീർക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ കേസ് ജയിച്ചുകൊണ്ട് പിന്മാറാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു രീതിയിൽ അത് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കലാപരമായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാപരമായ സിദ്ധികളുള്ളവർക്ക് പൊതുജനങ്ങളിൽ നിന്നും അംഗീകാരവും പുരസ്കാരമൊക്കെ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പൊതുവായിട്ട് ആ നക്ഷത്രത്തിൻ്റെ സ്ഥാനം കൊണ്ട് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഗ്രഹസ്ഥിതി നമ്മളിപ്പം നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഗുണകരം എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. വർഷമധ്യത്തിന് ശേഷമാണ് ഈ പ്രയാസങ്ങൾ കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്. അതായത് ഇപ്പം ജൂൺ മാസമായല്ലോ,
ഒരു ജൂലൈ മാസം മുതലുള്ള കാലം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. വർഷത്തിൻ്റെ ആദ്യത്തെ ഭാഗം നല്ലതുമാണ്. നമ്മൾ ഒരു പ്രയാസമെന്ന് പറഞ്ഞാൽ വളരെ കൂടിയ ഒരു പ്രയാസമല്ല, എന്നാലും ഒരു അലസത അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത്. അവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ കൃത്യമായിട്ടത് ഇൻ്റർവ്യൂവും ടെസ്റ്റുകളുമൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. സമ്പത്തിനോ ഭൂമിക്കോ വിഷമതകൾ വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട്. അതായത് എന്തെങ്കിലും ഇടപാടുകളൊക്കെ സംബന്ധിച്ചുള്ള സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വർഷമധ്യത്തിന് ശേഷം ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. അപ്പോൾ നമ്മൾ ഈ വിഷുഫലം നോക്കുന്നത് മേടം 1 മുതൽ അടുത്ത ഒരു വർഷത്തേക്കാണല്ലോ. അപ്പം ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറൊക്കെ മാസം ആകുമ്പോഴത്തേക്കാണ് ഈ ഫലങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളത്. ഇടവക്കൂറിൽപ്പെടുന്ന ആളുകൾക്ക് വർഷത്തിൻ്റെ ആദ്യം കുറച്ച് വിഷമതകൾ ഉണ്ടാകുമെങ്കിലും ക്രമത്തിൽ വിജയം സിദ്ധിക്കുന്നതാണ്. ഭൂമി നേട്ടവും ധനനേട്ടവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അധികാരവും മാന്യതയും ഒക്കെ സിദ്ധിക്കുന്നതാണ്. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് പറയാനുള്ളത് അവർ സാഹസിക കർമ്മങ്ങളിൽ ഏർപ്പെടാൻ ഈ വർഷം അനുയോജ്യമല്ല. ഇനി നമുക്ക് വിഷുഫലത്തിലെ മറ്റൊരു ഭാഗമാണ് ആയം, വ്യയം, കന്തായം തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്നത്. ആയം എന്ന് പറഞ്ഞാൽ വരവ്, നമുക്ക് ധനവരവ് അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന ഐശ്വര്യങ്ങളുടെ വരവ്. ആയം കുറവാണ്, വ്യയം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യയം എന്ന് പറഞ്ഞാൽ ചിലവ്, ആയം എന്ന് പറഞ്ഞാൽ വരവ്. ആയം കുറവും വ്യയം കൂടുതലും ആയതുകൊണ്ട് മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക്, അതായത് ആദ്യത്തെ 15 നാഴികയ്ക്കകത്ത് ജനിച്ചവർക്ക് ചിലവ് വർദ്ധിച്ചേക്കാം. ഇടവക്കൂറിന് ആയം കൂടുതലും വ്യയം കുറവുമാണ്. അതുകൊണ്ട് ധനഗുണം കൂടുതലായിരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു വരും. പിന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ കന്തായ ഫലം നോക്കുമ്പോൾ 3, 1, 4 എന്നിങ്ങനെ വരുന്നത് കൊണ്ട് മേടമാസം മുതൽ 4 മാസം ധനലബ്ധിയാണ്, സുഖം അനുഭവപ്പെടും. ചിങ്ങം മുതൽ 4 മാസം സാമാന്യം സുഖവും, ധനു മുതൽ 4 മാസം ധനലഭ്യതയ്ക്ക് കുറവും ശരീരത്തിന് ആയാസവും ഫലമാകുന്നു. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങൾ, വിഷുഫലം കൊണ്ട് ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങൾ നോക്കാം. ദൈവാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചൊവ്വ, വ്യാഴം, ശനി ദശാപകാര കാലമാണെങ്കിൽ, അതായത് ചൊവ്വയുടെയോ വ്യാഴത്തിൻ്റെയോ ശനിയുടെയോ ദശാകാലമോ അപഹാരകാലമോ ആണെങ്കിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. സൂര്യഭഗവാന്റെ അതിദേവതയായ മഹാദേവനെ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ആദിത്യ ദർശനം നടത്തുന്നത്, സൂര്യനെ ദർശിക്കുകയും ആദിത്യ ഹൃദയം പോലുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. ഇനി അതിനൊന്നും പറ്റാത്തവർ ശിവക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പഞ്ചാക്ഷരി മന്ത്രം, ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. കാർത്തികയും ഞായറാഴ്ചയും ഒന്നിച്ച് വരുന്ന ദിവസം വ്രതാനുഷ്ഠാനം നടത്തുന്നതും, അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടിയോ അല്ലാതെയോ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. പക്കപ്പിറന്നാൾ ദിവസം ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല സമർപ്പിക്കുക തുടങ്ങിയവ ചെയ്യുന്നത് നല്ലതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അവിടെയും വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിലും അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. പിന്നെ കുടുംബദേവതയെ പ്രാർത്ഥിക്കുന്നതും അവർക്ക് ഐശ്വര്യത്തിന് ഏറ്റവും ഉത്തമമാണ്. ഇതാണ് നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ സാമാന്യമായ വിഷുഫലമായിട്ട് പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, സന്താനങ്ങൾക്കൊക്കെ ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.